അസ്സലാമു അലൈക്കും എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് Q&A വീഡിയോ ആണ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. കാരണം ഒരുപാട് ആളുകൾ എന്നോട് പേഴ്സണലി കുറേ മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട്, കുറേ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. സ്കോളർഷിപ്പ് ഉണ്ടോ, പിന്നെ ഈ പൈലറ്റിൻ്റെ സാലറി എത്രയാണ്, പിന്നെ ഏതൊക്കെ തിയറി അക്കാദമീസ് ഉണ്ട്, പിന്നെ എന്താ പറയുക, ഫീ എത്രയാണ്. അപ്പം ഞാൻ ഓൾറെഡി 3 പാർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവർ അത് പോയി കാണുക. അതിൽ ഞാൻ എല്ലാം പറയുന്നുണ്ട്. 3 വീഡിയോസ് പാർട്സായിട്ട് ഞാൻ വിട്ടിട്ടുണ്ട്. അതിലൊന്നിലെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ വീഡിയോയിൽ സബ്ജക്ട്സ് ഏതൊക്കെ പറയുന്നുണ്ട്. മൂന്നാമത്തെ വീഡിയോസിൽ എന്തൊക്കെ കോസ്റ്റ് വരുന്നുണ്ട്, എത്ര ഡ്യൂറേഷൻ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സോ അത് നിങ്ങൾ പോയി കാണുക. സോ അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് എനിക്ക് റിപ്ലൈസ് കിട്ടിയതാണ്. അതിൽ കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ആളുകൾ വേറെ പല പല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, എൻ്റെ പേഴ്സണലി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ അതിൻ്റെ ആൻസേഴ്സാണ് പറയാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈസ് ഏവിയേഷൻ ഡിഫിക്കൽട്ട് ആണോ ചോദിക്കുന്നത്. അത്ര ഡിഫിക്കൽട്ടും അല്ല, അത്ര ഈസി അല്ല, രണ്ടിനും ഇടയിലുള്ളതാണ്. പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എക്സാം പാസ്സാവുള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, ഈസ് ദർ എനി ഏജ് ലിമിറ്റ് ടു ബിക്കം എ ഗേൾ പൈലറ്റ്. ഗേൾ പൈലറ്റ് ഇതിൽ പൊതുവേ ഗേള് ബോയ് അങ്ങനെ ഡിഫറൻസിയേഷൻ ഒന്നുമില്ല. ഓക്കെ, ഏജ് ലിമിറ്റ് എന്താ ചോദിച്ചാൽ സാധാരണ ആരും ഏജ് ലിമിറ്റ് അങ്ങനെ പറയാറില്ല. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം CPL കഴിഞ്ഞിട്ട് നമ്മൾ എയർലൈൻ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമല്ലോ. അപ്പം ഓരോ എയർലൈൻസിലും ഓരോ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഇത്ര ഏജ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പൊതുവെ എല്ലാവരും കൊടുക്കൽ 30-32 ആ ഒരു ഏജാണ്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ 30 ഇയേഴ്സ് ഓൾഡ് ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ CPL ലൈസൻസ് ഉണ്ടാക്കി വെക്കുക. ഫ്ലൈയിങ് ഒക്കെ ചെയ്ത് CPL ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം എയർലൈനിൽ കയറാൻ പറ്റും. അപ്പോൾ 32 ഒക്കെ കഴിഞ്ഞാൽ ഇനി ജോബ് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം എയർലൈൻ റിക്വയർമെൻറ്റ്സിൽ അങ്ങനെയാണുള്ളത് 30-32 ഒക്കെ. അപ്പം അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി CPL ലൈസൻസ് കൈവരിക്കാം. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, പ്ലീസ് എനിക്കൊന്ന് മെസ്സേജ് അയക്കുക, കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഞാൻ മാക്സിമം എല്ലാവർക്കും പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്. കുറേ മെസ്സേജസ് ഉണ്ട്. മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ മെസ്സേജ് അങ്ങനെ പേഴ്സണലി കിട്ടാത്തവരെന്ത് ചെയ്യുക, ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റുമല്ലോ. അപ്പം ഇനി ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ പേഴ്സണൽ മെസ്സേജ് അയക്കാൻ പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് മെസ്സേജ് അയക്കണം, കാരണം ഓൾഡ് മെസ്സേജ് കുറേ ഉണ്ടാവും. സോ പെട്ടെന്ന് അടുത്തടുത്ത് ഇങ്ങനെ, അതായത് ഇപ്പോഴത്തെ ഇങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ നിൽക്കുമല്ലോ ന്യൂ മെസ്സേജ് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ പൈലറ്റ് ആകാനുള്ള ഫീ എമൗണ്ട് എങ്ങനെ സെൽഫായി ഏൺ ചെയ്യാം. ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ പൊതുവേ എല്ലാവരും ഇപ്പം ഈ CPLൻ്റെ ഫീൽഡിൽ തന്നെ ഉള്ളവർ ചിലവർ ക്യാബിൻ ക്രൂസായി വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പൈലറ്റ് ഫീൽഡിലോട്ട് വരുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വരുമാനം നേടാൻ പറ്റും. പക്ഷെ അത് കുറച്ച് ഇയേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്ത്, അതായത് മണി ശേഖരിച്ച് ഇങ്ങനെ വെക്കണമല്ലോ. സോ കുറച്ച് ഇയേഴ്സ് പിടിക്കും. അപ്പം പിന്നെ വേറൊരു മാർഗം AME ക്രൂസ് ഒക്കെ വരുന്നുണ്ട്. അതായത് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറൊക്കെ ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടായിട്ട് ആ ഒരു പൈസനോട് പൈലറ്റ് ട്രെയിനിങ് പഠിക്കാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട് AME ക്രൂസൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയും പഠിക്കുന്നവരുണ്ട്. ഓക്കെ, സ്റ്റഡിയൊക്കെ എങ്ങനെ പോകുന്നു. സ്റ്റഡിയൊക്കെ കുഴപ്പമൊന്നുമില്ല. ഫ്ലൈങ് വല്ലാതെ കിട്ടലൊന്നുമില്ല. ആവറേജ് കുട്ടിക്ക് നടക്കും പൈലറ്റ്. ഇപ്പം എല്ലാവരും എന്നോട് പൊതുവെ ചോദിക്കുന്നത് ഇതിൻ്റെ എക്സ്പെൻസ് എങ്ങനെ കണ്ടു എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ പാരൻസ് സപ്പോർട്ടീവ് ആണെങ്കിൽ മാത്രം ഇറങ്ങുക. ഓക്കെ, പാരൻസ് സപ്പോർട്ടീവ് അല്ലെങ്കിൽ ഒരിക്കലും ഈ ഫീൽഡിലോട്ട് ഇറങ്ങരുത്, ഞാൻ അതേ പറയുള്ളൂ. കാരണം ഒരു +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് എന്തായാലും പൈസ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. പൈസ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോക്കറ്റ് മണിയൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു പൈസ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ സപ്പോർട്ട് എന്തായാലും വേണം. ഓക്കെ, അപ്പം എൻ്റെ പാരൻസിൻ്റെ, എൻ്റെ ഉമ്മാൻ്റെ മേത്തൊന്നും ഒരു സ്വർണ്ണമൊന്നുമില്ല. അതൊക്കെ എൻ്റെ ഈ ഒരു ഫീൽഡിനും വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ പാരൻസ് വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ, അതായത് പാരൻസിന് തോന്നണമല്ലോ മക്കൾ ഇവിടെ ഇന്ന സ്ഥലത്ത് എത്തും എന്നുള്ള ആ ഒരു ഇതുണ്ടെന്ന് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാരൻസ് എന്തായാലും അവരുടെ സ്വർണ്ണക്കട വിൽക്കും. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ സ്വർണ്ണം കിടന്ന ആൾക്ക് വിൽക്കുക. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടീസിൻ്റെ മെയിൻലി ഞാൻ സജസ്റ്റ് ചെയ്യുക അത് വിൽക്കുന്നതായിരിക്കും.
പിന്നെ ലോൺ എടുക്കാൻ ഞാൻ വല്ലാതെ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു തലവേദന ആണല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞുതരാം. ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലിപ്പോൾ ഒരു 15 ലക്ഷം 20 ലക്ഷം കയ്യിലുണ്ട്, ബാക്കി പൈസ നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, ഒപ്പിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്ലൈയിങ്ങിന് നിങ്ങൾ ലോൺ എടുക്കുക, CPL ലൈസൻസിന് എഡ്യൂക്കേഷൻ ലോൺ എടുക്കുക. ഓക്കെ, CPL കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് റൈറ്റിംഗ് ചെയ്യുക. ഓക്കെ, എയർലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എയർലൈൻ ഇൻ്റർവ്യൂവിൻ്റെ കീഴിലൂടെ നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് ചെയ്യുക. ആ ടൈപ്പ് റൈറ്റിംഗ് ചെയ്യാനാണ് ഈ 15 to 20 lakhs ഒക്കെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലൈയിങ്ങിന് മാത്രമേ നമ്മൾ ലോൺ എടുക്കുന്നുള്ളൂ. അപ്പം CPL കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ബാക്കി പൈസ ഉണ്ടല്ലോ, അതായത് 15 to 20 lakhs, അതിന് ടൈപ്പ് റൈറ്റിംഗ് എടുക്കുക, വേഗം ജോലിക്ക് കയറി. പിന്നെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് അക്കൗണ്ടിലാണ്, ഏത് ബാങ്ക് അക്കൗണ്ടിലാണോ പോകുന്നത്, ഇപ്പം കനറ ബാങ്ക് ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്, അങ്ങനെ കുറേ ബാങ്ക് ഉണ്ടല്ലോ. അപ്പം ആ ഒരു ബാങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുക, അവരോട് പറയാം ഇങ്ങനെ പൈലറ്റ് ട്രെയിനിങ്ങിന് എഡ്യൂക്കേഷൻ ലോൺ എടുക്കണം എന്ന് പറയാം. ഓക്കെ, അപ്പം അവർ പറയും എവിടെ നോക്കുന്നത്. ഇപ്പം കൂടുതലും ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ലോൺ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറേ ബാങ്കേഴ്സിന് അറിയാം പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എന്താണ്. നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിനോട് മാത്രം അപ്രോച്ച് ചെയ്യരുത്, എല്ലാ ബാങ്കേഴ്സിനും മാക്സിമം എത്രയാണോ പറ്റുന്നത് അത്രയും ബാങ്കേഴ്സിനോട് അപ്രോച്ച് ചെയ്യുക. അപ്പോൾ അവരും പറയും ഇങ്ങനെ ഫീ ബ്രോഷറൊക്കെ വേണമെന്ന് പറയും. അതായത് നമ്മൾ ഏത് ഫ്ലൈയിങ് സ്കൂളിലാണോ ചേരാൻ പോകുന്നത് അവിടുത്തെ ഫീ ബ്രോഷർ വേണമെന്ന് പറയും. പിന്നെ അതിന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റ്സ്, പിന്നെ ഏത് പ്രോപ്പർട്ടിയിലാണോ നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നത് ആ പ്രോപ്പർട്ടീൻ്റെ ഡോക്യുമെൻറ്റ്സ് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഇന്ന പ്രൊസീജിയേഴ്സൊക്കെ ആണെന്നൊക്കെ പറയും. പിന്നെ പൊതുവേ നമ്മൾ ലോൺ എടുത്ത് കഴിഞ്ഞാൽ അത് പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ തിരിച്ചടക്കണമല്ലോ. ആ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ്. ഓക്കെ, അത് പ്ലസ് 1 year ഫോർ ഗെറ്റിംഗ് ജോബ്. അങ്ങനെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുന്ന ഒരു ഫ്ലൈയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് 2 വർഷമാണ് ഡ്യൂറേഷൻ പറയുന്നത് ഫ്ലൈയിങ്ങിൻ്റെ. ഓക്കെ, അപ്പം ആ ഡ്യൂറേഷനോ അതും പ്ലസ് പിന്നെ 1 year നമുക്ക് ജോലി കിട്ടാനുള്ള 1 year. അങ്ങനെ ഇപ്പം 3 വർഷം. ഓക്കെ, സപ്പോസ് എടുത്തോളൂ. അപ്പം അങ്ങനെ 3 വർഷം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ലോണ് തിരിച്ചെടുക്കണം. ഓക്കെ, പിന്നെ ഓരോ ബാങ്കിൻ്റെയും ഇൻട്രസ്റ്റ് വ്യത്യാസമാണ്, അത് വാരി ചെയ്യും. അപ്പം അത് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ബാങ്കിനോട് തന്നെ ചോദിച്ചാൽ മതി എത്ര ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ, അതൊക്കെ എപ്പോഴാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അവരോട് ചോദിച്ചാൽ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഫ്ലൈയിങ്ങിന് സ്കോളർഷിപ്പ് ഉണ്ടോന്ന്. ഓക്കെ, സ്കോളർഷിപ്പ് ഉണ്ട് ശരിക്കും. ഞാനിപ്പോഴാണ് അറിയുന്നത്, അതായത് എല്ലാവരും ഇങ്ങനെ ഡൗട്ട്സ് ചോദിച്ചു ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ സ്കോളർഷിപ്പ് ആയിരിക്കുകയെന്ന് വെച്ചാൽ ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് OBCക്കാർക്കാണ് സ്കോളർഷിപ്പ് ഉള്ളത്. ഓക്കെ, സ്കോളർഷിപ്പ് 10 ലക്ഷമാണുള്ളത്. അപ്പോൾ നിങ്ങളൊരു OBC അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷത്തിന് സ്കോളർഷിപ്പ് കിട്ടും. ഓക്കെ, അത് അക്ഷയയിലൊക്കെ അന്വേഷിക്കേണ്ടി വരും, അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് ചോദിച്ചത്. അത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഹൗ മെനി A+ ഡിഡ് യു ഹാവ് ഇൻ 10th and +2? നല്ലൊരു ക്വസ്റ്റ്യനാണത്. പിന്നെ ഞാൻ ശരിക്കും പഠിക്കാൻ തുടങ്ങിയത് 10th കേട്ടോ. അതിന് മുന്നേ എന്താണെന്നില്ല, പഠിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പം ഇങ്ങനെ കളിച്ചിരിച്ചൊക്കെ നടന്ന് പിന്നെ കുറച്ച് എക്സാമിനൊക്കെ പൊട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, 10th എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു വിചാരം തുടങ്ങി. അപ്പോൾ പിന്നെ അതുമല്ല, ഞാൻ ഈ ക്രസൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ഭാഗത്തുള്ള ക്രസൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഒടികൂരി സ്കൂൾ. ഓക്കെ, അപ്പം അവിടെ പഠിച്ചത് കൊണ്ട് തന്നെ അവിടുത്തെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പുറകെ കൂടിയിട്ട് നമ്മളെ പഠിപ്പിക്കും. ഓക്കെ, നമ്മൾ ടീച്ചേഴ്സിൻ്റെ പുറകെയല്ല നടക്കുക, ടീച്ചേഴ്സ് നമ്മളെ പുറകെ നടന്നിട്ട് നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ആ സ്കൂളിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ പഠിക്കുക വെച്ചാൽ എനിക്കെന്നെ അറിയില്ല. എന്താ അറിയില്ല, 10th എനിക്ക് പഠിക്കാൻ തോന്നി. ഓക്കെ, പിന്നെ എല്ലാവരും പറയാറുണ്ടല്ലോ ഇങ്ങനെ 10th ആണ് എന്താ പറയുക ടേണിങ് പോയിന്റ്. പിന്നെ +1 +2 അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. ഞാൻ 10th +1 +2 ഈ ക്ലാസ്സിൽ നിന്നാണ് ഞാൻ നല്ലോണം പഠിച്ചത്. അതിൻ്റെ മുന്നേ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ 10th എനിക്ക് ഫുൾ A+ കിട്ടിയത്. പിന്നെ +1 +2 എനിക്ക് ഫുൾ A+ തന്നെയാണ്. പിന്നെ ഇപ്പം ഫുൾ A+ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഇതൊന്നും ഇല്ല. ഇപ്പം എല്ലാവർക്കും കിട്ടുന്നത് ഒരു കാര്യമാണല്ലോ.
പിന്നെ എനിക്ക് പെർസെൻറ്റേജ് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 10th എനിക്ക് 100%. അതെങ്ങനെ കിട്ടി എനിക്കും അറിയില്ല. അത് ഞാൻ ഈ മാർക്ക് ലിസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി. ഞാൻ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രേഡ്സ് ആണല്ലോ വരുന്നത്. എത്ര A+ ഉണ്ട്, എത്ര B+ ഉണ്ട്, എത്ര A ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പം എനിക്കെങ്ങനെ മാർക്ക് ലിസ്റ്റ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു പൈലറ്റ് ഫീൽഡ് പഠിക്കുകയാണെന്ന് നമുക്ക് കമ്പ്യൂട്ടർ നമ്പർ വേണം അല്ലേ. കമ്പ്യൂട്ടർ നമ്പർ അറിയാൻ നമുക്ക് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ, അതിനാണ് ഈ കമ്പ്യൂട്ടർ നമ്പർ അറിയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് പോയി കാണാം. അപ്പോൾ അതിൽ ഇങ്ങനെ നമുക്ക് കമ്പ്യൂട്ടർ നമ്പർ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ലിസ്റ്റ് വേണം. അതായത് 10th ഗ്രേഡ് മാത്രം മതിയില്ല, മാർക്ക് ലിസ്റ്റ് വേണം. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, ട്രിവാൻഡ്രത്തിലോട്ട് പോസ്റ്റ് വഴി അയച്ചിട്ട് അവരിങ്ങോട്ട് പോസ്റ്റ് വഴി അയച്ചു തന്നാണ് എൻ്റെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളും. ഞാൻ തന്നെ കാണിച്ചു തരാം, നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് എൻ്റെ പേര് കണ്ടോ, എൻ്റെ പേര്, രജിസ്റ്റർ നമ്പർ ഇത് കണ്ടോ, 50, 50, 100, 50, 100. ഇതാണ് മാർക്സ് സ്കോർഡ് ബൈ ദ കാൻഡിഡേറ്റ്. ഇത് മാക്സിമം മാർക്കാണ്. 650ൽ 650 മാർക്സ് ഉണ്ട് എനിക്ക്. അത് ഞാനും അന്തം വിട്ടിട്ടുണ്ടായിരുന്നു കിട്ടിയപ്പോൾ. ഇതാണ് എൻ്റെ +1 +2 മാർക്ക്. ഇത് ഫസ്റ്റ് ഇയർ, ഇത് സെക്കൻഡ് ഇയർ. അപ്പം എനിക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. പിന്നെ ടോട്ടൽ മാർക്ക് 1200ൽ 1161 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഒരാൾ മാത്രമല്ല എൻ്റെ മാർക്ക് ലിസ്റ്റൊക്കെ ചോദിച്ചത്, അതായത് എത്ര 10th +2 മാർക്ക് ഒരാൾ മാത്രമല്ല എന്നോട് ചോദിച്ചത്, ഒരുപാട് ആളുകൾ മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത്, അക്കോർഡിംഗ് ടു യുവർ ഒപ്പീനിയൻ DGC എക്സാം ഈസ് നോട്ട് നീഡഡ് ഇൻ അതർ കൺട്രീസ്, ഈസ് ഇറ്റ് റൈറ്റ്? അപ്പം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ DGC എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ ആണ്. ഓക്കെ, സോ ഓരോരോ കൺട്രീസിലും അതിൻ്റേതായിട്ടുള്ള ആളുകളുണ്ട്. അപ്പം ഇന്ത്യൻ്റെ ഇത് പറയുന്നത് DGC ആണ്. ഓക്കെ, അപ്പോൾ DGC ആണ് നമ്മൾ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോറിൻ കൺട്രീസിൽ പോകുമ്പം DGC എക്സാം എഴുതേണ്ട ആവശ്യമില്ല. അതായത് ഇത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മളിപ്പം ഫ്ലൈയിങ്ങിന് പുറത്താണ് പോകുന്നത്. ഓക്കെ, ഇനിയിപ്പം ഒരു എക്സാമ്പിൾ വെക്കാം. ഞാൻ സൗത്ത് ആഫ്രിക്കയിലാണ് ഫ്ലൈയിങ്ങിന് പോകുന്നത്. അപ്പം അവിടെ പോയപ്പം എനിക്ക് അവിടെ തന്നെ വർക്ക് ചെയ്യണം. ലൈസൻസ് കിട്ടിയിട്ട് അവിടെ തന്നെ എനിക്ക് വർക്ക് ചെയ്യാനാണ് ഒരു താല്പര്യമുള്ളത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ എക്സാം ഒന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, എക്സാം എഴുതാതെ തന്നെ നമുക്ക് നേരിട്ട് അവിടെ പോയിട്ടെല്ലാം പഠിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ ഫ്ലൈയിങ്ങിന് മാത്രമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരും, ഇന്ത്യയിലോട്ട് വന്നിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എക്സാംസ് എഴുതണം. ഇവിടുത്തെ DGCൻ്റെ എക്സാംസ് എഴുതണം. അത് DGC എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ ആണ്. ഓക്കെ, ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ വേറെ തന്നെ ഉണ്ട്, ഓരോ കൺട്രീസിലും വെവ്വേറെ തന്നെയാണ്. ഓക്കെ, അപ്പം പിന്നെ ഓരോ കൺട്രീസിലും ഓരോ എക്സാംസ് ആണ്. ഇപ്പം സൗത്ത് ആഫ്രിക്കയിൽ തന്നെ 21 എക്സാംസ് ഉണ്ട് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. പിന്നെ സെർബിയയിലും അങ്ങനെ പല പല എക്സാംസ് ആണ് വരുന്നത്. ഓക്കെ, അതാണ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്. എത്ര കൊല്ലം കൊണ്ട് കഴിയുമെന്ന് വെച്ചാൽ മാക്സിമം 2 വർഷം ഉണ്ട്. എൻ്റെ മനസ്സ് പറയുന്നത് 2 വർഷം കൊണ്ട് എനിക്ക് ലൈസൻസ് കിട്ടും എന്നാണ് പറയുന്നത് എൻ്റെ മനസ്സിട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റൂല, പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ. പിന്നെ വെതറിനെയും പിന്നെ നമ്മൾ ഫ്ലൈയിങ് സ്കൂളിലെ ഇൻസ്ട്രക്ടറും എയർക്രാഫ്റ്റും സ്റ്റുഡൻസും അതിനൊക്കെ അനുസരിച്ചാണ് ഇങ്ങനെ നിൽക്കുക. ഓക്കെ, അതായത് സ്കൂളിലൊക്കെ എന്തെങ്കിലും ഫ്ലൈയിങ് സ്കൂളിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലൈയിങ് അവിടെ സ്റ്റോപ്പായി. ഓക്കെ, അപ്പം ഡിപ്പെൻഡ്സ്. ഇൻഷാല്ലാ 2 വർഷം കൊണ്ട് കഴിയുമെന്ന് വിചാരിക്കുന്നു. 1.5 to 2 വർഷം കൊണ്ട്. ഹൗ മച്ച് ടോട്ടൽ മണി സ്പെൻഡ്? ഞാനിപ്പോൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള മണി എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓരോ ഫ്ലൈയിങ് സ്കൂളിലും ഓരോ ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പേയ്മെൻറ്റ് അടക്കണം. അത് 50 hours വരെ നമുക്ക് ആ ഒരു പൈസനോട് ഫ്ലൈ ചെയ്യാൻ പറ്റും. അത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. പിന്നെ 50 hours ശേഷം ഇത്ര മണിക്കൂർ വരെ, അത് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. പിന്നെ അതങ്ങനെ ഒരു 4 ഇൻസ്റ്റാൾമെൻ്റാണ് പൊതുവേ ഉണ്ടാവല്. ചിലയിടത്ത് 3 ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് ഫ്ലൈയിങ് സ്കൂൾ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. പിന്നെ വാട്ട് യു ലൈക്ക് റമദാൻ സ്പെഷ്യൽ ഫുഡ്? റമദാനിന് ഫുഡൊക്കെ ഭയങ്കര മിസ്സിങ് ആണ്. കാരണം ഇവിടെ ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കണം. അപ്പം ഇങ്ങനെ എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ഫുഡൊന്നും അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്ക് പല പല ഫുഡ് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എല്ലാ ഫുഡും അങ്ങനെ പറ്റൂല. ചില ഫുഡ് മാത്രമേ പറ്റുള്ളൂ. അപ്പം പിന്നെ പറ്റുന്നതാണെങ്കിലും അങ്ങനെ അഡിക്ഷനായിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഫേവറേറ്റ് എനിക്ക് വാട്ടമെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. വത്തക്ക, നമ്മളെ തണ്ണീർ വത്തന്. അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ അറിയില്ല, ഈ വാട്ടറി ആണല്ലോ ഫ്രൂട്ട്സ്. ഈ ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം പിന്നെ അടുത്തത്, വാട്ട് ഇൻസ്പയർഡ് യു ടു ബിക്കം എ പൈലറ്റ്? അത്
എന്നങ്ങനെ വല്ലാതെ ഇൻസ്പയർ ഒന്നും ആരും ചെയ്തിട്ടൊന്നുമില്ല, ഒരു വ്യക്തി എന്ന നിലയിൽ ആരും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ അത് എനിക്ക് തന്നെ ഉണ്ടായൊരു തോന്നലാണ്, എനിക്ക് എന്തുകൊണ്ട് പൈലറ്റ് ആയിക്കൂടെ എന്നുള്ളൊരു തോന്നൽ. പിന്നെ എനിക്ക് ഡ്രൈവിങ് അത്യാവശ്യം ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ സ്കൈ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പുറത്തിറങ്ങി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ സ്കൈ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ നമ്മൾ നൈറ്റിലൊക്കെ ഇങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ ആകാശത്ത് നോക്കി നിന്ന്, അതായത് സ്റ്റാർസിനെ മൂണിനൊക്കെ ഇങ്ങനെ നോക്കിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുണ്ടായത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ഫീൽഡും കൂടെ ഭയങ്കര ഇഷ്ടമായത്. പിന്നെ നമ്മളെപ്പോഴും ഭൂമിയിലല്ല നിൽക്കുന്നത്, പിന്നെ പറക്കാനൊക്കെ ഒരു ആഗ്രഹം. അപ്പം അങ്ങനെയാണ് ഒരു പൈലറ്റ് ആഗ്രഹം എനിക്ക് തുടങ്ങിയത്. പിന്നെ ഫ്ലൈ ഹൈ ആൻഡ് സേഫ് മൈ ഫേവറേറ്റ് പൈലറ്റ് ദ സ്കൈ ഇസ് ലക്കി ടു ഹാവ് യു. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു റിപ്ലൈ. ആൻഡ് ഇസ് ദിസ് ജോബ് വെരി സ്ട്രെസ്ഫുൾ ആണോ ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. പൈലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ആരും വരാൻ പാടില്ല. കാരണം ഇത് അത്യാവശ്യം കുറച്ച് ബിസി ഷെഡ്യൂൾഡ് ആയിരിക്കും. കാരണം നമ്മളെ ഫാമിലീനെ കാണാനൊന്നും വലിയ ടൈമൊന്നും കിട്ടലുണ്ടാവില്ല. നല്ല ടൈം കിട്ടും, മാസത്തിൽ തന്നെ കുറച്ച് ഡേയ്സ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ ഇങ്ങനെ ലേ ഓവറായിട്ട് പല സ്ഥലത്തുമായിട്ടുണ്ടാവും. പിന്നെ നമ്മളൊരു ബേസിൽ തന്നെ നിൽക്കണം. ഇപ്പോൾ ഞാൻ ഒരു ബേസ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി കൊച്ചിയിൽ തന്നെ നിൽക്കണം. പിന്നെ ആ കൊച്ചിയിൽ നിന്നാണ് പിന്നെ കൊച്ചിയിൽ നിന്ന് ബഹ്റൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലൈറ്റ് ഉണ്ടാവും. എൻ്റെ മെയിൻ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊച്ചി ആയിരിക്കും. ഞാനങ്ങനെ വർക്ക് ആയിട്ടില്ല കേട്ടോ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലീനെ കാണാനൊക്കെ ടൈം കുറവായിരിക്കും. പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ആരും പൈലറ്റ് ആവരുത്. പിന്നെ ഈ ഒരു പൈലറ്റ് ജേണി എൻ്റെ ലൈഫ് ടൈം തുടരണം അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം പൈലറ്റ് ആയാൽ മതി. അല്ലാതെ പൈസ ഉണ്ടാക്കണം, അങ്ങനെ ആവണം, ഇത്ര ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ചോല് പൈലറ്റൊന്നും ആവണ്ട. അത് കുറച്ച് ടൈം പിടിക്കും. ഓക്കെ, യു വാണ്ട് ടു ബി ഫിസിക്കലി വെരി ഫിറ്റ് ആൻഡ് മസ്കുലർ ടു ജോയിൻ. ഫിസിക്കലി അത്യാവശ്യം ഭയങ്കര ഫിറ്റൊന്നും ആവണ്ട. ഇപ്പം നമ്മളിപ്പോൾ മിലിറ്ററി സെലക്ഷനൊക്കെ ഉണ്ടല്ലോ, അത്രയും വലിയ ടഫൊന്നുമല്ല. ഇവിടെ ഇപ്പം ക്ലാസ് 1 മെഡിക്കൽ ഉണ്ട്, ക്ലാസ് 2 മെഡിക്കൽ ഉണ്ട്. അപ്പം അതിൽ ബേസിക്കലി നമ്മൾ ഫ്രാക്ചറൊന്നും ഇല്ലല്ലോ, പിന്നെ ഓപ്പറേഷൻസ് ഒന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ വിഷനൊക്കെ ചെക്ക് ചെയ്യും, അങ്ങനത്തെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനത്തെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ടാവില്ല. അത് നമ്മൾ ഹെൽത്തി ആണോ ഇല്ലയെന്ന് നോക്കുക, അത്രയേ ഉള്ളൂ. വലിയ ടഫൊന്നുമല്ല. പിന്നെ ഫിസിക്കലി BMI ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അതായത് നമ്മൾ ഹൈറ്റിനുള്ള അത്ര വെയിറ്റ് തന്നെ നമ്മൾ വേണം. ഓക്കെ, ഇനി വെയിറ്റ് അത്യാവശ്യം കുറച്ച് കുറഞ്ഞാലും വലിയ സീനൊന്നുമില്ല. നമ്മൾ എന്നാലും BMI കറക്റ്റാക്കി അത്രയും നല്ലത്. ആൻഡ് ഡസ് ഇറ്റ് റിയലി മാറ്റർ യുവർ പെർസെൻറ്റേജ് ഇൻ +2 ഫോർ ഫർദർ ട്രെയിനിങ് പർപ്പസ്? അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 60% എബോവ് മാർക്സ് ഇൻ ഫിസിക്സ് ആൻഡ് മാത്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിപ്പം വാരി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എയർ ഇന്ത്യയിൽ എന്താ പറയുന്നത് വെച്ചാൽ +1 +2 ഫിസിക്സും മാത്സും ജസ്റ്റ് പാസ്സായാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ ചില എയർലൈൻസ് 50% എബോവ് പറയുന്നുണ്ട്, ഫിസിക്സിലും മാത്സും വേണം. ചിലത് 60% വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം കൊല്ലം കഴിഞ്ഞാൽ 70%, 80%, 90% എബോന്ന് ആവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ 60% ആയിട്ട് തന്നെ എടുക്കാൻ പാടില്ല. നമ്മൾ എത്രത്തോളം മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പെർസെൻറ്റേജ് നമ്മൾ സ്കോർ ചെയ്യുക. ഓക്കെ, അത് ഇനിയിപ്പോൾ പൈലറ്റ് അല്ല, വേറെ ഏത് ഫീൽഡിലോട്ട് പോകാനുള്ളൊരു വേ ആണല്ലോ അത്. അപ്പോൾ നമ്മൾ മാർക്ക് ഇങ്ങനെ ഇത്ര മതിയല്ലോ അത് വിചാരിച്ച് ഇങ്ങനെ പഠിക്കാതിരിക്കരുത്. ഓക്കെ, അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ ഏജ് ഇപ്പം ഏജൊക്കെ പറയണം. ഞാനിപ്പോൾ 20 ആയി. എൻ്റെ ജനുവരിയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇപ്പോൾ 20 ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ 19 ആയിരുന്നു. പിന്നെ കണ്ടാലൊന്നും പറയുന്നില്ല, കുറച്ച് മെയിനിട്ടാണ്. പിന്നെ എല്ലാവരും പറയലുണ്ട് 10th പഠിക്കുന്നത്, 7th പഠിക്കുന്നത്. അല്ല, അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അത് നമ്മൾ യങ്ങായിട്ടാണല്ലോ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ആർ യു ഡൂയിങ് യുവർ ഫ്ലൈയിങ് ട്രെയിനിങ് ഇൻ അബ്രോഡ്? നോ, ഐ എം കറൻ്റ്ലി ഫ്ലൈയിങ് ഇൻ മഹാരാഷ്ട്ര. ഞാൻ ഇന്ത്യയിലാണ് ഫ്ലൈ ചെയ്യുന്നത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ പ്രൊഫഷനുമായി റിലേറ്റ് ആയിട്ട് തന്നെ ചോദിക്കുന്നത് ഈ ഗ്രൗണ്ട് ക്ലാസ് ഓർ തിയറി ക്ലാസ് ഒക്കെ. ഓക്കെ, എനിക്ക് മനസ്സിലായി എന്താ ചോദിച്ചത്. ഗ്രൗണ്ട് ക്ലാസ്സും തിയറി ക്ലാസ്സിനൊക്കെ കുറിച്ചിട്ടാണ് അവർ പറഞ്ഞത്. അപ്പം ഗ്രൗണ്ട് ക്ലാസ് ഇപ്പോൾ കുറേ അക്കാദമീസ് ഉണ്ട് കോഴിക്കോടിൽ തന്നെ. ഇപ്പോൾ ഞാൻ പഠിച്ച അക്കാദമി മാത്രമല്ല, കുറേ അക്കാദമീസ് ഉണ്ട്. തിയറി അക്കാദമീസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കാം.
ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിലും കൂടെ ആഡ് ചെയ്യുക, പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു നമ്പർ കൊടുക്കാം, നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഏതൊക്കെ അക്കാദമീസ് ഉണ്ട്, എന്തൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. പിന്നെ വേറെ ആരും നൗ ഐ മീൻ മഹാരാഷ്ട്ര. പിന്നെ നാട്ടിൽ വരണം എന്നൊക്കെ ഉണ്ട്, എന്നാലും ഇപ്പോഴത്തെ പോയി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ നാട്ടിൽ വരുന്നുണ്ട്. ഈസ് ഫ്ലൈങ് ബെറ്റർ ടു ഡു ഇൻസൈഡ് ഇന്ത്യ ഓർ ഔട്ട്സൈഡ്? ഫോറിൻ തന്നെ. ഇന്ത്യ ചൂസ് ചെയ്യരുത് അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്, അബ്രോഡാണ് ബെസ്റ്റ്. കാരണം ഇപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പം ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ നമ്മൾ സബ്ജക്ട്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും ഫ്ലൈങ് ഫാസ്റ്റ് ഒന്നും ആവില്ല. ഓക്കെ, അതെല്ലാവരും മനസ്സിലാക്കണം. പിന്നെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലല്ല ഉണ്ടാവുക. നമ്മളെ മാനേജ്മെൻറ്റ് സ്കൂൾ എങ്ങനെയാണോ ഫ്ലൈങ് ഒക്കെ കൊണ്ട് നടക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ഫാസ്റ്റൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ഫ്ലൈങ് സ്കൂൾ നല്ല ഫ്ലൈ ചെയ്യുന്നുണ്ട്, ഇൻസ്ട്രക്ടേഴ്സൊക്കെ നല്ല അടിപൊളിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പെട്ടെന്ന് കഴിയും. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ അതാണ് നമ്മളെ കയ്യിലല്ല നിൽക്കുന്നത്, നമ്മളെ ഫ്ലൈങ് സ്കൂളിൻ്റെ കയ്യിലാണ് ഈ എന്താ പറയുക നമ്മൾ ഫാസ്റ്റ് ഈ സ്പീഡൊക്കെ നിൽക്കുന്നത്. ഓക്കെ, പിന്നെ ഫോറിൻ കൺട്രീസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ നമ്മളെ കയ്യിലാണ് നിൽക്കുന്നത്. ഫോറിൻ കൺട്രിയിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ എക്സാംസ് ഉണ്ടാവുമല്ലോ. അപ്പം ഈ എക്സാംസൊക്കെ ഇന്ന ടൈം കൊണ്ട്, അതായത് നമ്മൾ എക്സാം ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ഫ്ലൈങ് സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര എക്സാംസ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈങ് തുടരാൻ പറ്റുള്ളൂ എന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം. നമ്മൾ ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾ ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈങ് കിട്ടില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ കയ്യിലുണ്ട്, ഞാൻ പഠിക്കും, എനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫ്ലൈങ് കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മളെ കയ്യിലാണ്, നമ്മൾ പഠിച്ചാലും നമുക്ക് ഫ്ലൈങ് അവിടെ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫറൻസാണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. വാട്ട് അബൌട്ട് ഫാസ്റ്റിംഗ് വിത്ത് ജോബ്? ഓക്കെ, ഞാനിത് എൻ്റെ സാറിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റും, ജോബിൻ്റെ ഇടയിലൂടെ നോമ്പ് നോറ്റിട്ട് ജോലി ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ദസ് ദിസ് ട്രെയിനിങ് പ്രോസസ് കണ്ടെയ്ൻ വെരി കോംപ്ലക്സ് മാത്സ് ആൻഡ് ഫിസിക്സ്? അത്ര വലിയ കോംപ്ലക്സ് ഒന്നുമല്ല. അതായത് ഫിസിക്സും മാത്സിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതായത് ഇപ്പം നിങ്ങൾക്ക് മാത്സിൽ ഇപ്പോൾ കൂട്ടാനും കുറക്കാനൊക്കെ അറിയില്ലേ, അത് അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഇൻപുട്ട് ചെയ്യുന്നുള്ളൂ ഒന്നും, അത്രേ ഉള്ളൂ. അതായത് ഇപ്പം നാവിഗേഷനിലൊക്കെ കുറച്ച് മാത്സ് ഉണ്ട്, അത് നിങ്ങൾ ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത്ര ഹാർഡും അല്ല അത്ര ഈസി അല്ല, അതിൻ്റെ ബിറ്റ്വീൻ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഭയങ്കര ഹാർഡൊന്നുമല്ല. ഇപ്പം ഫിസിക്സിലൊക്കെ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിളൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഫ്ലൈയിങ് ഒക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ബെർണോളിസ് തിയറം അങ്ങനെ ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്സിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഫ്ലൈയിങ്ങിൽ യൂസ് ചെയ്യുന്നു, അതിങ്ങനെ പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ബേസിക് ആയിട്ടുള്ള തിയറീസും കാര്യങ്ങളൊക്കെ അല്ലാതെ ഡീപ്പായിട്ട് അങ്ങനെയൊന്നും പഠിക്കുന്നില്ല. അതായത് ഇപ്പം നമ്മൾ കാണാപാഠം പഠിച്ചിട്ട് മറ്റേ ഇതുണ്ടല്ലോ ട്രിഗ്നോമെട്രി അങ്ങനത്തെ ഒക്കെ +1 +2 ഉള്ള, അപ്പം അതേമാതിരി അതൊക്കെ പറഞ്ഞാൽ ഇക്വേഷൻസ് നമ്മൾ കുറച്ച് കാണാപാഠം പഠിക്കണമല്ലോ, അങ്ങനത്തെ ഇതൊന്നുമില്ല. ഓക്കെ, ഇക്വേഷൻസ് ഉണ്ട്, അത് നമ്മൾ ഫിസിക്സിലൊക്കെ അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, സ്പീഡിൻ്റെ ഒരു ഇക്വേഷനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെറിയ ഇക്വേഷൻസേ ഉള്ളൂ. പിന്നെ അത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. അടുത്തത്, അറ്റ് വാട്ട് ഏജ് ഡിഡ് യു സ്റ്റാർട്ട് സ്റ്റഡിയിങ് ടു ബിക്കം എ പൈലറ്റ്? ആഫ്റ്റർ കംപ്ലീറ്റിംഗ് +2 ഓർ നോട്ട്? ജസ്റ്റ് +2 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ജസ്റ്റ് ഫ്ലൈങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഈസ് 10th മാർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഫ്ലൈങ്? 10th മാർക്ക് നോക്കും, ഫിസിക്സും മാത്സും നോക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ മാക്സിമം ഇങ്ങനെ പൈലറ്റിന് ഇത്ര മാർക്സ് മതിയല്ലോ അങ്ങനെ വെച്ചിട്ട് പഠിക്കരുത് ഒരിക്കലും. അത് ഏത് ഫീൽഡും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം മാക്സിമം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ പഠിക്കുക. പിന്നെ അടുത്തത്, വാസ് ഇറ്റ് ഈസി ടു ബിക്കം എ പൈലറ്റ് ത്രൂ ഔട്ട് ദി ജേർണി ആൻഡ് ഡു യു ഗെറ്റ് ഇൻകം? എല്ലാവരും വിചാരം ഞാൻ പൈലറ്റായിരുന്നു, അതായത് എയർലൈൻ പൈലറ്റായി ഞാൻ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം, ഞാൻ ട്രെയിനിങ്ങിലാണ്. ട്രെയിനിങ്ങിൽ ഇങ്ങോട്ട് ഇപ്പോൾ പൈസ ഒന്നും കിട്ടില്ല, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് പൈസ അടച്ചിട്ട് നമ്മൾ ഫ്ലൈങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ആരും എനിക്ക് ഇങ്ങൊന്നും വരുന്നില്ല. ഓക്കെ, ഇനി അടുത്ത, ഗിവ് മീ സം മോട്ടിവേഷൻ. മോട്ടിവേഷൻ ഞാനിപ്പോൾ നാട്ടിൽ വന്ന സമയത്തൊക്കെ ഞാൻ കുറേ സ്കൂൾസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ ആയിട്ട്. എനിക്കങ്ങനെ അറിയില്ല ഇങ്ങനെ കുട്ടികളെ എന്നെ മോട്ടിവേറ്റഡ് ആയിട്ട് എടുക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നാലും കുട്ടികൾക്ക് പ്രചോദനം ആവുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ, ഇഫ് യു സ്റ്റാർട്ട് ബിഫോർ +2 അക്കാദമിക്സ് വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻസ് നീഡ്? ക്വാളിഫിക്കേഷൻസ് 10th മാർക്ക് തന്നെയാണ് നോക്കുക. പിന്നെ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല 10th കഴിഞ്ഞിട്ട് പൈലറ്റ് ട്രെയിനിങ് തുടരാണ്, അങ്ങനെ ആരും പോവാറില്ല. പക്ഷേ
നമുക്ക് പോകാൻ പറ്റും, പക്ഷെ അത് വലിയൊരു തലവേദനയാണ്. അതായത് 10th കഴിഞ്ഞതിന് ശേഷം നമുക്ക് +1ഉം +2ഉം പഠിക്കണം, അതിൻ്റെ കൂടെ നമുക്ക് തിയറിയും പഠിക്കണം, ഫ്ലൈയിങ് മാനേജ് ചെയ്യണം. ഇപ്പോൾ +1 +2 ഇപ്പം സയൻസ് സ്ട്രീം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പഠിക്കാനുണ്ട്. അതിന് പുറമെ ഈ തിയറിയും അതിന് പുറമെ ഈ ഫ്ലൈയിങ്ങും എല്ലാം പാടെ തലയിൽ വെക്കണ്ടല്ലോ. അപ്പം +2 കഴിഞ്ഞിട്ട് പോയാൽ മതി. ഓക്കെ. പിന്നെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺട്രി ടു ബി എ പൈലറ്റ്. ബെസ്റ്റ് കൺട്രി എന്നൊക്കെ ചോദിച്ചാലും അതെനിക്ക് സത്യമായിട്ട് എനിക്ക് അറിയില്ല. അത് ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ പോയാലും അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ വിൻ്റർ സീസണിൽ അവിടെ ഫ്ലൈയിങ് ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ അത് ഓരോ കൺട്രീസിലും ഓരോ ഡിപ്പെൻഡാണ്. അന്വേഷിച്ചിട്ട് പോവുക. ഓക്കെ, നമ്മൾ ഒരിക്കലും അക്കാദമീനെ ബേസ് ചെയ്തിട്ട് അക്കാദമിയിലുള്ള ആളുകളോട് അന്വേഷിക്കാൻ പാടില്ല. നമ്മളെന്ത് ചെയ്യുക, അവിടെ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുണ്ടല്ലോ അവരോട് നമ്മൾ മാക്സിമം അന്വേഷിക്കുക. ഓക്കെ, ഹൗ വാസ് ദ ഫസ്റ്റ് ഫ്ലൈറ്റ്? ഇറ്റ് വാസ് റിയലി അമേസിങ്. ലൈക്ക് ഭയങ്കര രസമായിരുന്നു, എനിക്ക് മറക്കാൻ പറ്റില്ല. അത് എൻ്റെ മെമ്മറബിൾ മൊമെൻ്റ് ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റും. പിന്നെ 10 hours കംപ്ലീറ്റ് ആവാനായോ? 10 hours ഒക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ബെസ്റ്റ് ഫോർ ഗ്രൗണ്ട് ക്ലാസ് ഇൻ കേരള? അത് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ ആർ യു സ്റ്റഡിങ് ഇൻ ആൻ അക്കാദമി ഇൻ ഇന്ത്യ? വെർ ആർ യു സ്റ്റഡിങ്? ഹൗ മച്ച് ഡിഡ് ഇറ്റ് കോസ്റ്റ് ടു സ്റ്റഡി? ഓക്കെ, അപ്പം ഞാൻ പഠിക്കുന്ന അക്കാദമിയിലോട്ട് ഞാൻ വേറെ ആരെയും സജസ്റ്റ് ചെയ്യില്ല. ഞാനിപ്പോൾ പഠിക്കുന്ന ജെറ്റ് സേവ് ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിലാണ് പഠിക്കുന്നത്. അപ്പം അങ്ങോട്ട് ആരും വരണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ ഇപ്പോഴത്തെ കണ്ടീഷൻസിൽ ആരും അങ്ങോട്ട് ഞാൻ സജസ്റ്റ് ചെയ്യൂല. ഇന്ത്യയിലൊക്കെ ഓരോ ഫ്ലൈയിങ് സ്കൂളിൻ്റെയും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ ഒരു കണ്ടീഷനിൽ ഞാൻ ആരെയും എൻ്റെ ഫ്ലൈയിങ് സ്കൂളിലോട്ട് ഞാൻ സജസ്റ്റ് ചെയ്യൂല. അപ്പം നല്ലൊരു ഫ്ലൈയിങ് സ്കൂൾ കണ്ടിട്ട് തന്നെ എല്ലാവരും പോവുക. ഓക്കെ. പിന്നെ വാട്ട് വുഡ് യു ഡു ഇഫ് യുവർ പാരൻസ് വെർന്റ് സപ്പോർട്ടീവ് ഫോർ ദിസ് ഡിസിഷൻ ഓഫ് യുവേഴ്സ് ബിക്കോസ് ഓഫ് മണി ആൻഡ് യു വാണ്ട് ദിസ്? അങ്ങനെ ചോദിച്ചാൽ ഞാനൊരു പ്ലാൻ ഇട്ടിരുന്നു. അതായത് +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫീൻ്റെ കാര്യമൊക്കെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു NDA എക്സാം എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷേ NDA എക്സാമിന് ഒരു ഏജ് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ 18 കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 16 വയസ്സ് മുതൽ 17 വയസ്സ് അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട്. ഓക്കെ, അത് ഞാൻ അന്നൊരു യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊരു മിലിറ്ററി ആണ്, മലയാളി തന്നെ, അവർ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ അങ്ങനെ കണ്ട് അപ്പം അതിൽ NDA എനിക്ക് പറ്റൂല മനസ്സിലായത്. ഞാൻ +2 ടൈമിലാണ് ഞാൻ വീഡിയോ കാണുന്നത്. അപ്പോൾ എൻ്റെ ഏജ് അത് കഴിഞ്ഞത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ വീട്ടുകാരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 4 വർഷത്തെ എന്തെങ്കിലും ഡിഗ്രി എടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, 4 വർഷം ഏതെങ്കിലും ഡിഗ്രി എടുത്തിട്ട് ഞാൻ ഈ FCAT എൻട്രൻസ് എക്സാം എഴുതാമെന്ന് പറഞ്ഞു. അതായത് എയർഫോഴ്സിൽ കയറുന്നത് കേട്ടോ. NDA ഇപ്പം നിങ്ങൾക്ക് ഏജ് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡിഗ്രി 4 വർഷത്തെ ഡിഗ്രി എടുത്തതിന് ശേഷം FCAT എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് അതിൽ പിന്നെ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. പിന്നെ മെഡിക്കലിനുണ്ടാവും. മെഡിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. ഭയങ്കര ഒരു ടഫായിട്ടുള്ളൊരു ഇത് തന്നെയാണ് കേട്ടോ ഈ എയർഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ ഉമ്മ പറഞ്ഞ് 4 വർഷം അങ്ങനെ ഇതാക്കണ്ടേ. പിന്നെ ഉമ്മക്ക് വലിയ താല്പര്യമൊന്നുമില്ല, കാരണം നമ്മൾ എയർഫോഴ്സിലോട്ടാണല്ലോ പോകുന്നത്. അതായത് നമ്മൾ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിനെ രക്ഷിക്കാനല്ലേ പോകുന്നത്. അപ്പം എന്തായാലും എല്ലാ ഉമ്മമാർക്കൊരു പേടി ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ ഉമ്മ പറഞ്ഞു നമുക്ക് എങ്ങനെയാണ് പോയോക്കുക, +2 കഴിഞ്ഞിട്ടില്ലേ, ഇപ്പം അത്രയും വർഷമൊന്നും എടുക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ ഇങ്ങനെ പോയി നോക്കുക, ഇൻഷാല്ലാ ഒക്കെ സെറ്റാവും എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഇറങ്ങിയതാണ്. നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? നോമ്പ് കുഴപ്പമില്ല, കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. അതായത് ഇവിടെ ചെറുങ്ങനെ ചൂടാണ്, ഇപ്പം നാട്ടിൽ ചൂട് തന്നെയാണ് എനിക്കറിയാം. അപ്പോൾ ചൂടായതുകൊണ്ട് ചെറിയൊരു ഇതുണ്ട്. പിന്നെ ഞാൻ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പം ഉമ്മ ഫുഡ് ഉണ്ടാക്കിയാണ് തിന്നാലോ അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, CPL എടുത്താലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇങ്ങനെ വേക്കൻസീസ് വരുന്നുണ്ടോ? ഒരുപാട്. അത് നമ്മൾ CPL എടുത്ത് കഴിഞ്ഞാൽ കുറേ എയർലൈൻസിൻ്റെ അതായത് ജോബ് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞുതരാം, നോളജബിൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ജോലി കിട്ടുള്ളൂ, നോളജബിൾ അല്ലാത്തവർക്ക് ജോലി കിട്ടൂല. പിന്നെ ഒരു ഇൻ്റർവ്യൂ ഇപ്പം ഫെയിലായ വിചാരിച്ച് നമ്മൾ അവിടെ അങ്ങ് കുത്തിരിക്കാൻ പാടില്ല. നമ്മളെ നോളജ് കുറച്ചുകൂടി ബിൽഡ് ചെയ്തിട്ട് നമ്മൾ വേറെ കുറേ എയർലൈൻസ് ഒക്കെ നോക്കുക. നോളജബിൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ജോലി കിട്ടുള്ളൂ, എല്ലാ പൈലറ്റ്സിനും കിട്ടൂല. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹിജാബ് ഇസ് അലൗഡ് ഇൻ യുവർ കോഴ്സ്?
ഹിജാബിന് ഒരു പ്രശ്നമില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പം എക്സാമ്പിളല്ല, ഞാനിപ്പോൾ കണ്ടൊരു രീതി പറഞ്ഞുതരാം. അതായത് ഞാൻ ഉംറ കഴിഞ്ഞ് വന്നല്ലോ, അപ്പം മക്കത്ത് പോയ ആ ഒരു സമയത്ത് ഞാൻ ഇൻഡിഗോയിലാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പൈലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗാരനായിരുന്നു. എനിക്കൊന്ന് ക്യാപ്റ്റനാണ് തോന്നുന്നത്, ഞാൻ വല്ലാതെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം സിംഗായിരുന്നു. അപ്പം ഇത് കെട്ടിയിട്ടുണ്ടല്ലോ, ഈ തലപ്പാവ്. അപ്പോൾ ആ തലപ്പാവ് കെട്ടി. അപ്പോൾ ഞാനിങ്ങനെ ഒരു കാര്യം ആലോചിച്ചു. അപ്പോൾ നമ്മൾ സിംഗാരൊക്കെ അവരുടെ ഈ ഒരു തലപ്പാവ് സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മുസ്ലിം കുട്ടികളെ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ അവർ തട്ടം ഒഴിവാക്കുക ചെയ്യുന്നത്. അത് പിന്നെ ഓരോ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ആ ഒരു ടൈമിൽ ആലോചിച്ചതാണ് ഈ സിംഗാരൊക്കെ അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു മെത്തേഡ് അവർ സൂക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സമുദായം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ എല്ലാവരും കോമൺലി തെറ്റിദ്ധരിച്ചൊരു കാര്യമാണ് പൈലറ്റ് ഫീൽഡിൽ തട്ടം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയൊന്നും ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ സിംഗിൻ്റെ ആ മറ്റേ തലപ്പാവ് തന്നെ നമ്മൾ ഈ ഒരു എയർലൈൻസിൽ ഇങ്ങനെ റിക്വയർമെൻ്റ് ആയിട്ടില്ല. ഒരു യൂണിഫോം അല്ലല്ലോ സിംഗിൻ്റെ ആ തലപ്പാവ് ഇരുന്നത്. അപ്പം അത് നമുക്ക് ഇടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഹിജാബ് ഇടാൻ പറ്റും, ഒരു പ്രശ്നമില്ല. കുറേ പൈലറ്റ്സ് ഉണ്ട് ഹിജാബ് ഇട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം അത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ കെൻ ആസ് കൊമേഴ്സ് ഓർ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് ടു ബി എ പൈലറ്റ്? NOS എക്സാം എഴുതുക. ആ എക്സാമിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ ട്യൂഷൻ സെൻറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അവിടെ പോയി ചോദിച്ചാൽ മതി. അവിടെ സാധാരണ ട്യൂഷൻ സെൻറ്റേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഡീറ്റെയിൽസ്. പിന്നെ ഭാവി വരൻ സ്പെഷ്യാലിറ്റീസാണ്. ഇതൊക്കെ എന്ത് ക്വസ്റ്റ്യനാണ്? ഞാനെന്ത് കെട്ടാനൊന്നായിട്ടില്ല. എന്താ ഭാവി വരൻ സ്പെഷ്യാലിറ്റീസൊക്കെ ചോദിച്ചാൽ എൻ്റെ മൈൻഡിലുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരിതുണ്ടല്ലോ, ഇത്ര ഹൈറ്റ് വേണം. ഓക്കെ, ഹൈറ്റ് കുറച്ച് കൂടുതൽ വേണം. പക്ഷെ എന്നാലും ഞാൻ വലിയ ഹൈറ്റൊന്നുമില്ല കേട്ടോ. എൻ്റെ ഒരു ആസ്പെക്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. ഹൈറ്റ് അത്യാവശ്യം വേണം. താടി ഉണ്ടെങ്കിൽ നല്ല രസമാട്ടോ. താടി ഇനി എന്താല്ല, താടി ജിമ്മ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നീണ്ട മുടി അങ്ങനെയൊക്കെ. പിന്നെ നല്ല പ്രത്യേകിച്ചും ഫസ്റ്റ് ലോയലായിരിക്കണം, അതാണ് മെയിൻ തിങ് അല്ലേ. അതൊക്കെ ഇൻഷാല്ലാ ഭാവിയിൽ നോക്കാം. കെട്ടാനൊന്നായിട്ടില്ല. ഓക്കെ, ഡ്രീം പ്ലേസ് ടു വിസിറ്റ് ആൻഡ് വൈ? നോർവേ. എനിക്ക് നോർവേ പോകണമെന്നുണ്ട്, പിന്നെ സ്വിറ്റ്സർലാൻഡ് പോകണമെന്നുണ്ട്. അത് റീസൺ എന്താ ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഭയങ്കര അത് നല്ലൊരു നാടാണത്. അതായത് ഞാൻ അവിടുത്തെ ആൾക്കാരെന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ ഞാൻ കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു സ്വർഗം എന്നൊക്കെ അറിയാമല്ലോ, ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നോർവേയും സ്വിറ്റ്സർലാൻഡും പോകണമെന്നുണ്ട്. ഇൻഷാല്ലാ ഭാവിയിൽ എപ്പോഴേലൊക്കെ പോവാം. ഹൗ വിൽ യു മോട്ടിവേറ്റ് യുവർ സെൽഫ്? അത് എൻ്റെ പാരൻസ് തന്നെയാണ് എൻ്റെ മോട്ടിവേറ്റർ. അപ്പം എൻ്റെ പാരൻസിനിപ്പം ഉമ്മാക്ക് തന്നെ നല്ലൊരു ഫീലില്ലെങ്കിൽ, ഇപ്പം ഉമ്മ ഭയങ്കര ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഉമ്മാനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എൻ്റെ അങ്കിളാണ്. അപ്പം അങ്കിൾ ഉമ്മാനെ മോട്ടിവേറ്റ് ചെയ്യും, ഉമ്മ പിന്നെ ഉപ്പാനെ മോട്ടിവേറ്റ് ചെയ്യും, ഉമ്മയും ഉപ്പയും എന്നെ മോട്ടിവേറ്റ് ചെയ്യും, ഞാൻ പിന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ എൻ്റെ പാരൻസ് തന്നെയാണ് എൻ്റെ മോട്ടിവേറ്റേഴ്സ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് യു ആർ നോട്ട് എ പൈലറ്റ് ദെൻ വാട്ട് വിൽ യു ചൂസ്? അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ തലയിൽ കയറിയ ഒരു കാര്യം പൈലറ്റ് ആകാൻ തന്നെയാണ്. ഓക്കെ, ഇപ്പം പൈലറ്റ് ആയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ എനിക്കൊരു ലെക്ചറർ ആവണം താല്പര്യം ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ലെക്ചറർ ആവാൻ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. 8 വർഷമൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8 വർഷം എനിക്കെല്ലാം തന്നെ പഠിക്കുകയാണെങ്കിൽ ചെറിയൊരു മടിയാണ്. അപ്പം 8 വർഷം പഠിക്കണം എന്നുള്ള രീതിയിൽ, എന്നാലും ഇഷ്ടമായിരുന്നു ലെക്ചറർ ആവാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റഡീസൊക്കെ എങ്ങനെ പോകണം? സ്റ്റഡീസ് കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ കൺവെൻഷണൽ ജോബ് സേഫാണോ? കാഡറ്റാണ് നോക്കുന്നത്, സെറ്റ് ആയില്ലെങ്കിൽ കൺവെൻഷണൽ നോക്കാനാണ്. കൺവെൻഷണൽ ജോബ് സേഫാണോ മീൻസ് മനസ്സിലായി, ജോബ് കിട്ടുമെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, നോളജബിൾ ആയിട്ടുള്ള ആളുകൾക്ക് എന്തായാലും ജോബ് കിട്ടും. ഓക്കെ, ഇപ്പം തന്നെ 30,000 പൈലറ്റ്സിനൊക്കെ ഇന്ത്യക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ വരുന്നുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹോം എവിടെ? വീട്. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിൽ ഒരു മൊറയൂരുണ്ട്. ഓക്കെ, മൊറയൂരിൻ്റെ അടുത്ത് നമ്മൾ എന്താ പറയുക, വാലഞ്ചേരിക്കുന്ന് എന്ന് പറയും, എടപ്പറമ്പിലെ വാലഞ്ചേരിക്കുന്ന് കേട്ടോ. അപ്പം അവിടെയാണ് എൻ്റെ വീടുള്ളത്. അടുത്ത ക്വസ്റ്റ്യന്, ഈസ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ലേൺ ഫ്ലൈയിങ്?
അത്ര വലിയ ഡിഫിക്കൽട്ടൊന്നുമല്ല. നിങ്ങൾക്ക് ആദ്യമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ നമ്മൾ അത് ലേൺ ചെയ്ത് പഠിക്കണം അല്ലേ. അത് ഒരു കാര്യം നമുക്കറിയില്ലെങ്കിൽ നമ്മൾ അത് എന്താ പറയുക, ഇത്ര ഡിഫിക്കൽട്ടാവും, അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയെന്ന് പറഞ്ഞ് ഇറങ്ങരുത്. നമുക്ക് പറ്റുന്നുള്ള രീതിയിലാണ് ഇറങ്ങുക. ഇനി അടുത്തത് ടേക്ക് എ സിസ്റ്റം. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ യു എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ V1 ആൻഡ് റൊട്ടേറ്റ് സ്പീഡ് ഡ്യൂറിങ് ടേക്ക് ഓഫ്? അത് V1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പീഡാണ്, ഒരു ഡിസിഷൻ സ്പീഡ് എന്ന് പറയും. നമ്മൾ ടേക്ക് ഓഫ് ഒഴിവാക്കണ്ടേ, ടേക്ക് ഓഫ് കണ്ടിന്യൂ ചെയ്യണോ, ടേക്ക് ഓഫ് കണ്ടിന്യൂ ചെയ്യണ്ടേ എന്നുള്ള ആ ഒരു പോയിൻ്റാണ് V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ ഇനി V1 എത്തിയിട്ടില്ല, V1ൻ്റെ മുന്നേ തന്നെ എൻജിൻ ഫെയിലർ ആയി കഴിഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ടേക്ക് ഓഫ് അബോർട്ട് ചെയ്യാൻ പറ്റും. ഇനി V1 കഴിഞ്ഞു എന്നിട്ട് എൻജിൻ ഫെയിലർ നടക്കുകയാണെങ്കിൽ എന്തായാലും ടേക്ക് ഓഫ് ചെയ്യണം. ഓക്കെ, അതാണ് V1 എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് റൊട്ടേറ്റിംഗ് സ്പീഡാണ്. റൊട്ടേറ്റിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അതും എന്താണെന്ന് വെച്ചാൽ നമ്മളെ എയർക്രാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ഈ കൺട്രോൾ കോളം എന്ത് ചെയ്യും, ഇങ്ങനെ പുള്ള് ചെയ്യും, അതായത് ബാക്കിലോട്ട് ഇങ്ങനെ വലിക്കും. അപ്പം ആ പുള്ള് ചെയ്യുന്ന സമയം എന്ത് ചെയ്യും, നമ്മൾ എയർക്രാഫ്റ്റ് ഇങ്ങനെ പൊന്തും. ആ ഒരു റൊട്ടേറ്റിംഗ് സ്പീഡ്, നമ്മളിങ്ങനെ കൺട്രോൾ കോളം ഇങ്ങനെ പുള്ള് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ സ്പീഡാണ് റൊട്ടേറ്റിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, പല പല ടൈപ്സ് സ്പീഡ്സും ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഓക്കെ, ഇനി കമ്മിറ്റഡോ എന്നൊക്കെ അല്ല, എന്തോ ഒരു ക്വസ്റ്റ്യൻസ് അല്ലേ. അല്ല, കമ്മിറ്റഡ് അല്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതന്നെ വലിയൊരു തലവേദനയാണ്, ഞാൻ അതും കൂടെ ഏറ്റെടുക്കാനാവില്ല. അടുത്ത വെൻ വിൽ ബി ദ വെഡ്ഡിങ് ബി? എൻ്റെ കല്യാണം ഇതെന്താ, എൻ്റെ കല്യാണം ആയിട്ടില്ല മോളെ. എനിക്ക് ഇത് പെൺകുട്ടിയാണോ ചോദിച്ചത്? എൻ്റെ കല്യാണം ആവാനായിട്ടില്ല. ഇൻഷാ അല്ലാ ഇനി ആകുമ്പോൾ പറയണ്ട്. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. ഇപ്പം ഇത് കഴിയട്ടെ ഇൻഷാ അല്ലാ. ഒരു പൈലറ്റൊക്കെ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കല്യാണം നോക്കാം. അതിന് കല്യാണം കഴിക്കണം നിർബന്ധമൊന്നുമില്ല. അത് അപ്പോഴത്തെ ഒരു ഇതുണ്ടല്ലോ, അപ്പോഴത്തെ ഒരു പൂതി വെച്ചിട്ട് നമുക്ക് കല്യാണം കഴിക്കുക ഇൻഷാ അല്ലാ നോക്കാം നമുക്ക്. പിന്നെ വേറെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ഐ ഹാവ് 60 lakhs ക്യാൻ ഐ ബി എ പൈലറ്റ്? പൈലറ്റ് ആവാനൊക്കെ പറ്റും. ഇതിപ്പോൾ നമ്മൾ ട്രെയിനിങ് തുടങ്ങിയാൽ തന്നെ നമ്മൾ പൈലറ്റായി. ഓക്കെ, ഇപ്പം ഞാനൊരു പൈലറ്റാണ്. ഇപ്പോൾ CPL കഴിഞ്ഞ ആളുകളും പൈലറ്റാണ്. അപ്പോൾ അവർക്ക് കൊമേഴ്ഷ്യൽ പൈലറ്റ്സ് എന്ന് പറയുന്നത്, ഞാൻ സ്റ്റുഡൻറ്റ് പൈലറ്റാണ്. പിന്നെ നമുക്ക് PPL കിട്ടി കഴിഞ്ഞാൽ പ്രൈവറ്റ് പൈലറ്റാണ്, ഒരു കാറ്റഗറി ആണല്ലോ. പൈലറ്റ് ആവാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ ഈ 60 lakhs എന്ന് പറയുമ്പം അത് നല്ല കുറവാണ്. ഇപ്പം നിങ്ങൾക്ക് CPL കിട്ടിക്കഴിഞ്ഞാൽ, അതായത് പൈലറ്റിന് ആവണം, ടൈപ്പ് റൈറ്റിങ്ങിന് പൈസ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, CPL എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഫ്ലൈയിങ് സ്കൂളിൽ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതകാലം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ പൈലറ്റ് എന്തായാലും 60 lakhs ഉള്ളിൽ തന്നെ പറ്റും. പക്ഷേ എയർലൈനൊക്കെ പൈലറ്റ് ആണെന്നുണ്ടെങ്കിൽ ടൈപ്പ് റൈറ്റിങ്ങിനുള്ള പൈസ നമ്മളൊന്ന് കണ്ടെത്തണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എന്നാൽ ഒരു എയർലൈൻ പൈലറ്റ് ആവും? ഇൻഷാ അല്ലാ നിങ്ങൾ എന്നെ ഇടങ്ങാറാക്കല്ലേ കേട്ടോ. ഇൻഷാ അല്ലാ ഒക്കെ ആവും. ഇനി ടൈം ആയിട്ടില്ലല്ലോ, ഒരു 2 വർഷം കഴിയട്ടെ. 2 വർഷങ്ങൾ വെയിറ്റ് ചെയ്യും. ക്യാൻ ഐ ഫ്ലൈ വിത്ത് യു? ഇൻഷാ അല്ലാ ഒരു എയർലൈൻ പൈലറ്റ് ആയിട്ട് നമുക്കൊക്കെ പറക്കാം എൻ്റെ കൂടെ ഇൻഷാ അല്ലാ. ദെൻ സിബ്ലിങ്സ് ഞങ്ങൾ ശരിക്കും 5 മക്കളാണ്. അതിൽ ഫസ്റ്റ് എൻ്റെ സിസ്റ്ററാണ്. അവൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം BCom ഡിഗ്രി ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തേത് ബ്രദറാണ്. അവന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം റിനോൾട്ടിൻ്റെ കമ്പനിയിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ സിസ്റ്ററാണ്. അവൾ MBBS പഠിക്കുന്നത്. അവൾ ഉസ്ബെക്കിസ്ഥാനിലാണ് പഠിക്കുന്നത്. അപ്പോൾ MBBS 3rd year ആണ്. പിന്നെ കൂടുതൽ ആളുകൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇത്താത്ത എവിടെ പഠിക്കുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം ഇൻഷാ അല്ലാ. എൻ്റെ ഇത്താത്തൻ്റെ യൂണിവേഴ്സിറ്റിനെ കുറിച്ചും അവിടുത്തെ ഫീയും കാര്യങ്ങളും അവിടെ എന്തൊക്കെ സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഞാൻ കൊടുക്കാം കേട്ടോ. ഓക്കെ, അത് കുറച്ച് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഡൗട്ട്. അപ്പോൾ ഞാൻ ഇത്താത്ത പഠിക്കുന്ന അക്കാദമിനെ കുറിച്ചും അവിടുത്തെ ഫീയും അവിടുത്തെ കണ്ടീഷൻസൊക്കെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ അനിയനെ, അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഞങ്ങൾ 5 മക്കൾ, പിന്നെ ഉമ്മ ഉപ്പ. അടുത്ത ഫേവറേറ്റ് സബ്ജക്റ്റ്
മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് എനിക്ക് സ്പെഷ്യലി അങ്ങനെ ഫേവറേറ്റ് സബ്ജക്ട്സ് ആയിട്ടൊന്നുമില്ല. എനിക്ക് മാത്സ് ഇഷ്ടമാണ്, പിന്നെ ഫിസിക്സും ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാത്സ് ആണ് കേട്ടോ. മാത്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ബയോളജി നല്ല ഇഷ്ടമാണ്. ബയോളജി ഇഷ്ടമാണ്, അതായത് സോളജിയും ബോട്ടണി ഉണ്ടല്ലോ, രണ്ടും ഇഷ്ടമാണ്. അപ്പം മാത്സ്, ബയോളജി, പിന്നെ ലാംഗ്വേജസ് ഇഷ്ടമാണ്. ഹിന്ദി ഇഷ്ടമാണ്, ഉറുദു ഇഷ്ടമാണ്. പിന്നെയും കുറച്ച് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ് കേട്ടോ. അതെന്താ അറിയില്ല, എനിക്ക് വലിയൊരു ഇഷ്ടം അങ്ങോട്ട് വരലില്ല കെമിസ്ട്രിക്ക്. പിന്നെ പ്രാക്ടിക്കലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ ലാബിലൊക്കെ പോയിട്ട് ചെയ്യുന്നത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഫേവറേറ്റ് സബ്ജക്റ്റ് ഇതൊക്കെയാണ്. അങ്ങനെ പെർട്ടിക്കുലറായിട്ട് ഒരു ഫേവറേറ്റ് ആയിട്ട് ഒരു സബ്ജക്റ്റ് മാത്രമൊന്നുമില്ല. പിന്നെ വൈ ടു സെലക്ട് ദിസ് ഫീൽഡ്, വേർ ഡിഡ് യു സ്റ്റാർട്ട് ഡ്രീമിങ്? ഞാൻ 10th പഠിക്കുമ്പോഴാണ് പൈലറ്റ് എന്നുള്ളൊരു സ്വപ്നം എൻ്റെ തലയിൽ കയറിയത്. പിന്നെ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു. പിന്നെ പാരൻസിൻ്റെ സപ്പോർട്ടീവൊക്കെ കാരണം ഇവിടെ എത്തി. ഇൻഷാ അല്ലാഹ് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യാം. പിന്നെ ഉംറയൊക്കെ കഴിഞ്ഞു. ഉംറയൊക്കെ കഴിഞ്ഞു ചേട്ടാ. അടുത്തത് ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ ആക്ച്വലി, അത് അവനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. യു ആർ ലൈക്ക് എ പൈലറ്റ് who never lands, always rising, always inspiring. Thank you so much. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. About eyesight issues in pilot training. ഐസൈറ്റ്, നിങ്ങൾക്ക് കണ്ണട വെക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ വിഷന് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വിഷൻ ആയിരിക്കണം. അതിലൊരു നമ്പേഴ്സൊക്കെ ഉണ്ട്, 6x6 വിഷൻ, 5x6 എന്നൊക്കെ പറഞ്ഞിട്ട്. അതെനിക്ക് എക്സാക്റ്റ് അറിയില്ല. പിന്നെ കണ്ണട വെക്കുന്നതിന് പ്രശ്നമില്ല. ഇഫ് യുവർ വിഷൻ ഈസ് വിസിബിൾ, ലൈക്ക് നിങ്ങളുടെ വിഷന് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഓക്കെ. ആൻഡ് വൈ കാൺ യു ബി ആൻ ആസ്ട്രോണറ്റ് എനിക്ക് സ്കൈ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആസ്ട്രോണറ്റ് ആവണം, അത് കുറച്ചുകൂടെ ഹൈ ആണ്. ആസ്ട്രോണറ്റ് എന്ന് പറയുമ്പോൾ മെയിൻലി അത്യാവശ്യം നല്ല പഠിക്കാനുണ്ടാവും. അത് കുറച്ചുകൂടെ നല്ല ബുദ്ധിജീവികൾക്ക് പറ്റുന്ന അങ്ങനെ ഒരിതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് കേട്ടോ. കാരണം സയൻസും ഫിസിക്സ് ഇതിലൊക്കെ കുറച്ചൊക്കെ മതിയല്ലോ. ഇപ്പം മറ്റേന്ന് പറയുമ്പം ഒരുപാട് കാര്യങ്ങൾ ഒരു ആസ്ട്രോണറ്റ് ആവണമെന്നുണ്ടെങ്കിൽ പഠിക്കണം. അപ്പം ആസ്ട്രോണറ്റ് ഇപ്പം ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ട്. അപ്പം എൻ്റെ ഡ്രീം പൈലറ്റ് ആയിരുന്നു. ആസ്ട്രോണറ്റ് കുറച്ചുകൂടെ ഹൈ ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അങ്ങോട്ടുമല്ല ഞാൻ ചിന്തിച്ചിട്ടില്ല. ഓക്കെ. വാട്ട്സ് ദ മോസ്റ്റ് ചാലഞ്ചിങ് പാർട്ട് ഓഫ് യുവർ ജോബ്? ചാലഞ്ച് ഇനി പൈലറ്റ് ആയിക്കഴിഞ്ഞാലും പൈലറ്റ്സ് കൂടുതൽ ചാലഞ്ച് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ലീപ്പിംഗ് ഷെഡ്യൂളാണ്. അതായത് നമുക്ക് എപ്പോഴാണ് ജോലി നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ അവർ നമ്മളെ എയർലൈൻസ് തന്നെ ഷെഡ്യൂൾ ചെയ്യും. നമുക്കിപ്പം ഇന്ന് രാത്രി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാവിലെ ആയിക്കരാം. അപ്പോൾ നമ്മൾ രാത്രി വർക്ക് പോകുമ്പോൾ പിന്നെ നമ്മൾ രാവിലെ കിടന്നുറങ്ങേണ്ടി വരും. അപ്പം സ്ലീപ്പിംഗ് ഷെഡ്യൂള് അതാണ് ബേസിക്കലി ഇതിനൊരു ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതായത് എൻ്റെ സാർമാരും അവരുടെ ഒരു ഇതൊക്കെ സ്റ്റോറിയൊക്കെ കിട്ടിയിട്ട് എനിക്ക് അത്രത്തോളം മനസ്സിലായത്. ഇപ്പോൾ രാത്രി ജോലിക്ക് പോയാൽ നമ്മൾ രാവിലെ ഉറങ്ങേണ്ടി വരും. ചിലവർക്കാണെങ്കിൽ രാവിലെ ഉറങ്ങാനും പറ്റില്ല, രാത്രി തന്നെ കിടക്കുന്നവരുണ്ട്. അപ്പം പൈലറ്റായി കഴിഞ്ഞാൽ ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റണം. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, ഇപ്പോൾ ഒരു എമർജൻസി എന്ത് സിറ്റുവേഷൻ സംഭവിച്ചു കഴിഞ്ഞാലും അതിനെ ഓവർകം ചെയ്യണം. നമ്മൾ പേടിക്കാൻ പാടില്ല. ഓക്കെ. അപ്പം ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതിന് വേണം. ആർ യു ഓക്കെ എന്ന് പറയുന്നത്? യാ, ഐ എം ഗുഡ്, ഐ എം റിയലി ഫൈൻ. അടുത്ത ക്വസ്റ്റ്യന്, BBA എടുത്താൽ ഇതൊക്കെ സെറ്റാക്കാൻ പറ്റും? BBA എടുത്ത് കഴിഞ്ഞ് വിചാരിച്ച് പൈലറ്റാൻ പറ്റില്ല. BBA എടുത്താലും ഞാൻ പറഞ്ഞ അതേ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്യണം. തിയറി പഠിക്കണം, എക്സാം ക്ലിയർ ചെയ്യണം. ഡസ് ഹൈറ്റ് ആക്ച്വലി മാറ്റർ ഫോർ ബീങ് ആൻ ഏവിയേറ്റർ? ഹൈറ്റ് ഇപ്പം ഇന്ത്യയുടെ ഇതിലാണെന്നുണ്ടെങ്കിൽ അവിടെ വിമണിന് കുറച്ചുകൂടി പരിഗണന കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പം അതിൽ ഹൈറ്റ് വല്ലാതെ പ്രശ്നം വരുന്നില്ല. പക്ഷേ വേറെ എയർലൈൻസ്, ഇപ്പം എയർ ഇന്ത്യൻ്റെ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ 160 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഓരോ എയർലൈനും ഓരോ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് അങ്ങനെ നമുക്കിപ്പോൾ ഹൈറ്റ് പറ്റ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ പോലൊക്കെ പോയി ട്രൈ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പം ഹൈറ്റ് പറ്റ കുറഞ്ഞ് വിചാരിച്ചിട്ട് നമുക്ക് ജോലി കിട്ടായി ഒന്നുമില്ല. ഓക്കെ. ഹൈറ്റ് അങ്ങനെ മാറ്റർ ചെയ്യില്ല. പക്ഷെ ചില എയർലൈൻസിൽ മാറ്റർ ആവുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ഏജ് യു കംപ്ലീറ്റ് BGC എക്സാമിനേഷൻ? 19 തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 19 അല്ല, ഞാൻ ഓൾറെഡി മൊത്തമല്ല, എനിക്കൊരു എക്സാം ഉണ്ട് ഇപ്പം.
പെട്ടെന്ന് തന്നെ ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ടൈമൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ നല്ല പാട്ട് പാടില്ല ഇടയ്ക്ക് ടൈമൊക്കെ കിട്ടുമ്പോൾ പാട്ട് പാടി പോസ്റ്റ് ചെയ്യണേന്ന്. ഇൻഷാ അല്ലാ ഒക്കെ ചെയ്യാം. ഇത് എന്താ പറയുക, ഇപ്പോൾ പാട്ടിനോട് വലിയൊരു ഇതില്ല, എന്നാലും ഇൻഷാ അല്ലാ നമുക്ക് ഓരോ സമയത്തും ഓരോ ഇൻട്രസ്റ്റ് ആണല്ലോ. ഇൻഷാ അല്ലാ ഞാൻ പാട്ട് ഇടണ്ട് ഇൻഷാ അല്ലാ. എല്ലാവരും കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഞാൻ പ്രോഗ്രാംസിന് പോയി കഴിഞ്ഞാലും ഒരു പാട്ട് പാടണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. ഇൻഷാ അല്ലാ അപ്ലോഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യന്, എമിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. എമി ഇപ്പം ഒരു പൈലറ്റ് ആവാൻ പറ്റിയിട്ടില്ലെങ്കിലും എമി ആയിട്ട് പോയിക്കോളും. അതിലൂടെ പൈലറ്റ് ആവാൻ പറ്റുന്ന അങ്ങനെയല്ല, എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയർ, അതായത് എപ്പോഴും ഫ്ലൈറ്റിന് കാണാം, അതിൽ വർക്ക് ചെയ്യുക, ആ ഒരു രീതി കണ്ടോ ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പൈസ ശേഖരിച്ചിട്ട് നിങ്ങൾക്ക് യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഫ്ലൈ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ വാസ് യുവർ മഹാരാഷ്ട്ര ലൈഫ്? വലിയ രസമൊന്നുമില്ല, നമ്മളെ നാടല്ലല്ലോ അല്ലേ. എനിക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ജയിൽ പോലെയൊക്കെയാണ്. ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക, ഫ്ലൈ ഉണ്ടാകുമ്പോൾ ഫ്ലൈങ് സ്കൂളിൽ പോവുക. ഇവിടെ പിന്നെ കാണാനായിട്ട് മാത്രം സ്ഥലങ്ങളൊന്നും ഇല്ല. പിന്നെ ഉണ്ട് അജന്ത കേവ്, എല്ലോറ കേവ്, പിന്നെ ദൗലതാബാദ് ഫോർട്ട്, പിന്നെ ബീബിക്ക മക്ബറ, അതായത് മിനി താജ്മഹൽ എന്നൊക്കെ അറിയപ്പെടും. മറ്റേ ഈ ഔറംഗാബാദ് ആ ഒരു പാട്ടിൽ അവിടെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു 50 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ പോകണം, അവിടെ നല്ല നൈസ് സ്ഥലമാണ്. എനിക്ക് എല്ലോറ കേവ് ഭയങ്കര ഇഷ്ടമായി, അജന്ത കേവ് ഭയങ്കര ഇഷ്ടമായി. അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്, അവിടെ പോയിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ വേറെ അടുത്ത് അങ്ങനെ കാണാൻ നല്ല നല്ല പ്ലേസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ റൂമിൽ തന്നെ ഇരിക്കുന്നത്. പിന്നെ ഇൻഷാ അല്ലാ ഒരു ജേണിക്ക് പോകണം. ഐ എം പ്ലാനിങ് ടു ഡു എ ട്രിപ്പ് ഇൻഷാ അല്ലാ. കാരണം കുറേ ആയി ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ചടച്ചൊക്കെ ഇരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അവിടെ മഴ ഉണ്ടോ? ഇല്ല, ഇവിടെ ഇപ്പോൾ മഴ ഒന്നുമില്ല. നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, ഉമ്മ പറയാറുണ്ട്, വീഡിയോസൊക്കെ കാണാറുണ്ട്. ഇവിടെ ഇപ്പം കറങ്ങി മഴയില്ല. സോ ഇതൊക്കെയാണ് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കുക. ഈ യൂട്യൂബിൽ തന്നെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഇൻഷാ അല്ലാ മാക്സിമം എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ റിപ്ലൈ കൊടുക്കാം. ആൻഡ് ഇതൊക്കെയാണ് എനിക്ക് അറിയുന്ന ഇൻഫർമേഷൻസ്. ഇനി നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇൻഷാ അല്ലാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.